ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. മാത്സിൻ്റെ പരീക്ഷയാണ് നാളെ, മാത്തമാറ്റിക്സിൻ്റെ എക്സാമാണ്. അപ്പോൾ അതിൽ വേണ്ട വളരെ ഷോർട്ടായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ചില ക്വസ്റ്റ്യൻ പേപ്പർ നല്ല എളുപ്പമുള്ള ബേസിക് ആയിട്ടൊരു കാര്യങ്ങൾ പഠിച്ച വിദ്യാർത്ഥിക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോകാം. 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നെടുത്ത എനിക്ക് സെലക്റ്റീവായിട്ട് പഠിക്കണം എന്ന് തോന്നിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തത്. സോ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ ബോർഡിൽ ചോദ്യം കാണുന്നുണ്ടാവും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ആക്ടിവിറ്റി 1 ആണ്. ഗാർഡൻ്റെ ചോദ്യമാണ്. റെക്ടാങ്കുലർ ഗാർഡൻ ഹാസ് ലെങ്ത് 20 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 8 മീറ്റർ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാനറ്റ്സ് വെർ പ്ലാന്റ് ഇൻ ദ ഗാർഡൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ വേറെ ഗാർഡനിൽ ഒരു ഗാർഡൻ ഇങ്ങനെ ഭാഗങ്ങളാക്കിയിട്ട് ഓരോ സ്ഥലത്ത് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്, ഓരോ ചെടികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ചോദ്യം ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഇവിടെ 20 മീറ്റർ ആണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 16 മീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 5 മീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഗാർഡൻ. ഇതൊരു റെക്റ്റാങ്കിൾ അല്ല. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അതിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ വിടുത്തും കൂടി ഗുണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിടുത്ത് ആയിരിക്കും എന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് എത്രയാണ്? ലെങ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 20 മീറ്റർ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചോദ്യത്തിലുണ്ട്. 20 ഇൻറ്റു വിടുത്ത് എത്രയാണ്? ഇവിടെ 5ഉം ഇവിടെ 3ഉം, 5ഉം 3ഉം കൂടി കൂട്ടിയാൽ 8 ആണല്ലോ. അപ്പോൾ വിടുത്ത് 8 ആണ്. അപ്പോൾ 20 ഇൻറ്റു 8 ആണ് ഏരിയ. അപ്പോൾ ഇവിടെ ഉണ്ടോ നോക്കാം. 16 ഇൻറ്റു 3 അല്ല, തെറ്റാണ്. 16 ഇൻറ്റു 5 അല്ല, 20 ഇൻറ്റു 8 അല്ലേ? 20 ഇൻറ്റു 8, ഇത് ശരിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പറഞ്ഞത്. ഈ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ചോദിച്ചത്. ഏരിയ വളരെ എളുപ്പമായിട്ട് നമുക്ക് പറയാം. ഇങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ ആണെങ്കിലോ ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്, അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു ഇവിടെയുള്ള ഈ ബേസും അതേപോലെ തന്നെ ഇവിടെയുള്ള ഹൈറ്റും, അതാണ് റെക്റ്റാങ്കിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ വരിക. ഹാഫ് ബി എച്ച് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ലാൻഡ് വെയർ മാരിഗോൾഡ് ഈസ് പ്ലാന്റഡ്. മാരിഗോൾഡ് ഇവിടെ ഈ ഏരിയ ഉണ്ടോ? ഇത് ഞാനിപ്പം വെച്ചിരിക്കുന്ന ഈ ഏരിയ ആണ് മാരിഗോൾഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഏരിയ, ഇതിൻ്റെ ഏരിയ എത്രയാണ്? ഈ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. അത് ഹാഫ് ബി എച്ച് എന്നല്ലേ വരിക. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു ബി. ബേസ് എത്രയാണ്? ബേസ് ഈ ഭാഗത്ത് നോക്കിയേ, ഇത് ടോട്ടൽ 20 മീറ്റർ അല്ലേ? ഇത്രയും ഭാഗം 16 ആണ്, ഇത്രയും ഭാഗം 16 ആണ്. ഇത് ടോട്ടൽ 20 ആണ്. അപ്പോൾ 20 16 കുറച്ചാൽ ബാക്കി 4 അല്ലേ വരിക. അപ്പോൾ ഇത് 4 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസ് കിട്ടി 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 മീറ്റർ എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇത് 3 ആയിരിക്കും. ഉത്തരം കിട്ടിയല്ലോ, ചെയ്യാനൊന്നുമില്ലല്ലോ. 4 3 12 ആണ്. 12ൻ്റെ പകുതി എന്ന് പറയുന്നത് 6 ആയിരിക്കും. 6 സെൻറ്റിമീറ്റർ, എല്ലാം സെൻറ്റിമീറ്ററാണ്, സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കുമെന്ന് നമുക്ക് വേഗം പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ആ ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ ഏത് ഭാഗം ചോദിച്ചാലും ചെയ്യാൻ പറ്റണം. ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണെന്നുള്ള 100 വട്ടം പഠിച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക, ബേസും ഹൈറ്റും കണ്ടുപിടിക്കുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എഴുതുക. ഹാഫ് ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹാഫ് ബി എച്ച് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് മാത്രമല്ല, ഹാഫ് ബി എച്ച് മറന്നു പോകരുത്. അപ്പോൾ ബി ക്വസ്റ്റ്യനും കഴിഞ്ഞേ. സി ഹൗ മച്ച് മോർ ഏരിയ ഈസ് റോസ് പ്ലാന്റഡ് ദാൻ തുളസി. ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ റോസിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം, തുളസീൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. ഓക്കെ, നല്ല പേരാണ്. റോസ് എവിടെ? റോസ് ഇതാ ഈ ട്രയാങ്കിൾ അല്ലേ റോസ്? ഇതിങ്ങനെയല്ല ട്രയാങ്കിൾ റോസ്. ഇപ്പോൾ റോസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഹാഫ് ബി എച്ച്, ഹാഫ് ബി ഇൻറ്റു എച്ച്. ഹാഫ് ബേസ് എത്രയാണ് റോസിൻ്റെ? അതിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, 16 ആണ്. 16 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് പറഞ്ഞാൽ ഈ ദൂരം എത്രയാണ്? ഇവിടെ 8 അല്ലേ? അപ്പോൾ ഈ ഭാഗം 8 ആണെങ്കിൽ ഈ ഭാഗം 8 ആയിരിക്കും. 8. അപ്പം നോക്കിയേ, 16ൻ്റെ പകുതി എത്രയാണ്? 8 തന്നെയല്ലേ? അപ്പോൾ 8 64 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. എളുപ്പമാണ്. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ മാജിക്കുകളൊന്നുമില്ല. അപ്പോൾ സിയുടെ ഏരിയ കിട്ടി. ഡി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ലാൻഡ് ഇൻ വിച്ച് ഓർക്കിഡ് ഈസ് പ്ലാന്റഡ്. ഓർക്കിഡ് ചെയ്ത ഈ ഉള്ളിലുള്ള ട്രയാങ്കിൾ അല്ലേ? ഉള്ളിലുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ അത് കണ്ടുപിടിക്കുക. ഈ തുളസീൻ്റെ ഇവിടെ ഓൾറെഡി കാണാൻ പറഞ്ഞതാണ്. തുളസീനെ നമ്മൾ കണ്ടിട്ടില്ല, തുളസീനെയും കൂടി കണ്ടുപിടിക്കുക. തുളസീൻ്റെ എത്ര കിട്ടുക? ഹാഫ് ബി എച്ച് തന്നെയാണ്. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ഞാനൊന്ന് മായ്ക്കട്ടെ ഒരു മിനിറ്റ്.
ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? തുളസീൻ്റെ ബേസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് 20. ഹൈറ്റ് എത്രയാ? ഹൈറ്റ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് 5. തുളസീൻ്റെ ഹൈറ്റ് 5 അല്ലേ? 5. അപ്പോൾ 10ന് 20 പോയാൽ 20ന് 10 2 കൊണ്ട് ഹരിച്ചാൽ 10. 10 ഇൻറ്റു 5 50. 50 സെൻറ്റിമീറ്റർ സ്ക്വയർ അതിൻ്റെയും കിട്ടി. ഇനി ഇത് അടുക്കള ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 3 ഏരിയയും കൂടി കണ്ടല്ലോ, ഈ 3 ഏരിയയും കൂടി കൂട്ടുക. ഈ 3 ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഏരിയ കിട്ടും. ആ ഏരിയയിൽ നിന്ന് ഏരിയ കിട്ടിയിട്ട് ഈ ടോട്ടൽ ഏരിയ ഉണ്ടല്ലോ, അതായത് 20 ഇൻറ്റു റെക്റ്റാങ്കിൾ ഏരിയ നമ്മൾ കണ്ടല്ലോ, 20 ഇൻറ്റു എത്ര വരിക? 8. 20 ഇൻറ്റു 8 വലിയ ഏരിയ, 160 കിട്ടും. അപ്പോൾ ഈ 160ൽ നിന്ന് ബാക്കിയുള്ള മൈനസ് ഈ 3ൻ്റെ ഏരിയ, മേരി ഗോൾഡിൻ്റെയും റോസിൻ്റെയും തുളസിൻ്റെ ഏരിയ കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെ ഏരിയ കണ്ടിട്ട് കുറച്ചാൽ എന്ത് കിട്ടും? ഈ ഉള്ളിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയാണ് ഈ ഒരു ഭാഗത്തിലെ ചോദ്യം. ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരേ ഒരു ബേസിക് കോൺസെപ്റ്റ് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. അത് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തും ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ പാരലലോഗ്രാമിൻ്റെ ആണോ നമ്മുടെ ഒരു ഏരിയ പഠിക്കുന്നത്? അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു ഷേപ്പിൻ്റെ ഏരിയ കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു A+B, H × A+B എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ പഠിക്കുന്നില്ലേ? അത് കൂടി ഓർത്തിരിക്കണം. അത് മറന്നു പോയത് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടി പഠിച്ചിട്ട് മാത്രമേ നാളെ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. ട്രയാങ്കിളിൻ്റെ ഭാഗത്ത് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ 18 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോഴാണ് എല്ലാ ഭാഗത്തും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ദ ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു ഷുഡ് ലേൺ ദ ചാപ്റ്റർ. ഓക്കെ, അതിലെ കോണ്ടൻറ്റുകളെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ നാളെ പരീക്ഷയ്ക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ചോദ്യം ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. രാജു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻ ഫോർ എ പിക്നിക് ഫ്രം തൃശ്ശൂർ ടു മൂന്നാർ. അതൊക്കെ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോവുകയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേസസ് ആർ ഗിവൺ ബിലോ. 150 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്ക്. മൂന്നാറിൽ നിന്ന് പള്ളിവാസലിലേക്ക് 60 കിലോമീറ്റർ ഉണ്ട്. ചോദ്യത്തിലേക്ക് പോകാം. ദ സ്പീഡ് ഓഫ് ദ ജേർണി ഫ്രം തൃശ്ശൂർ ടു മൂന്നാർ ഇസ് 50 km/h. തൃശ്ശൂർ ടു മൂന്നാർ, തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്കുള്ള ആ വണ്ടിയുടെ സ്പീഡ് 50 km/h ആണ്. 50 km/h ആണ്. They took 2 hours to travel from മൂന്നാർ ടു പള്ളിവാസൽ. മൂന്നാറിൽ നിന്ന് പള്ളിവാസലിലേക്ക് ട്രാവൽ ചെയ്യാൻ 2 മണിക്കൂർ 2 hour എടുത്തു എന്നും പറയുന്നുണ്ട്. ചോദ്യത്തിലേക്ക് പോകാം. ഹൗ മച്ച് ടൈം ഈസ് ടേക്കൻ ടു ട്രാവൽ ഫ്രം തൃശ്ശൂർ ടു മൂന്നാർ? അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം വേഗത ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ബാക്കി എല്ലാ കളികളും നടക്കുന്നത്. ഹൗ മച്ച് ടൈം എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ടൈം കണ്ടുപിടിക്കണം. ടൈമാണ് കാണുന്നത്. ടൈം എങ്ങനെ കാണാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. എസ് എന്നും വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്? ഹൗ മച്ച് ടൈം ടേക്കൺ ട്രാവൽ തൃശ്ശൂർ ടു മൂന്നാർ അല്ലേ? തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്കുള്ള ദൂരം എത്രയാണ്? 150. എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. 150 ഡിവൈഡഡ് ബൈ വേഗത അല്ലെങ്കിൽ സ്പീഡ് എത്രയാണ്? 50 km/h. 50 km/h. അപ്പോൾ 150ന് 50 കൊണ്ട് ഹരിച്ചാൽ 0 ക്യാൻസലായി. 15ന് 5 കൊണ്ട് ഹരിച്ചാൽ 3. അപ്പോൾ 3 hour. ഹൗ മച്ച് ടൈം? 3 hour. 3 മണിക്കൂർ എടുക്കും എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ടൈമും കൂടെ നമുക്ക് കിട്ടി. എത്രയാ? 3 മണിക്കൂർ. 3 hour ആണ് ടോട്ടൽ ടൈം എന്ന് കിട്ടി. എവിടെ നിന്ന്? തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോകാൻ. അടുത്ത B ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ജേർണി ഫ്രം മൂന്നാർ ടു പള്ളിവാസൽ? മൂന്നാറിൽ നിന്ന് പള്ളിവാസലിലേക്ക് പോകാനുള്ള ആവറേജ് സ്പീഡാണ് ചോദിച്ചത്. സ്പീഡ്. അപ്പോൾ എസ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് എത്രയാ? മൂന്നാറിൽ നിന്ന് പള്ളിവാസലിലേക്കുള്ള ദൂരം എത്രയാ? 60 കിലോമീറ്റർ. കണ്ടോ, എല്ലാം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 60 കിലോമീറ്റർ. ടൈം എത്രയാ? ഇത് ആ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 2 hour ചോദ്യത്തിലുണ്ട്. 2 hour എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 hour. അപ്പോൾ 60/2 എന്ന് പറയുന്നത് 30 മണിക്കൂറാണ്. സോറി, ആവറേജ് സ്പീഡല്ലേ ചോദിച്ചത്. അപ്പോൾ 30 km/h ആണ്. 30 km/h. അപ്പോൾ ഇവിടെയുള്ള വണ്ടി ട്രാവൽ സ്പീഡും നമുക്ക് കിട്ടി. 30 km/h ആണ്. ഇനി C ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ഹോൾ ജേണി? അതായത് തൃശ്ശൂരിൽ നിന്ന് പള്ളിവാസൽ വരെ പോകാനുള്ള ഹോൾ ജേണി വെച്ചാൽ മൊത്തം യാത്രയുടെ
ആവറേജ് സ്പീഡ് എന്താണ് എന്നാണ് ചോദിച്ചത്. ആവറേജ് സ്പീഡ്, മൊത്തം സ്പീഡ് എങ്ങനെ, ആവറേജ് സ്പീഡ് എങ്ങനെ കാണും? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എടുക്കണം. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ 150 കിലോമീറ്ററാണ്, ഇവിടെ 60 കിലോമീറ്ററാണ്. 150ഉം 50ഉം ചെയ്ത് കഴിഞ്ഞാൽ 200, 200ഉം 10ഉം ചെയ്താൽ 210 കിലോമീറ്ററാണ്. ഇനി ടോട്ടൽ ടൈം എത്രയാണ്? ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് 3 മണിക്കൂർ എടുത്തു, മൂന്നാറിൽ നിന്ന് പള്ളിവാസലിലേക്ക് 2 മണിക്കൂർ എടുത്തു, അപ്പോൾ 3 2 5 മണിക്കൂർ എടുത്തു. 5 hours. 210/5 ചെയ്താൽ എത്ര കിട്ടുക? നിങ്ങൾ നോക്കിയേ, 21 എത്ര തവണ, 20 എത്ര തവണ പോവും? 5. 20 എത്ര തവണ പോവും? 20 4 തവണ പോകില്ല, 14 20 അല്ലേ, അപ്പോൾ 4 എന്തായാലും പോവും. പിന്നെ ആരുള്ളേ? 1 ബാക്കിയുണ്ട്. 10 എത്ര തവണ? 2 തവണ പോവും, 42 ആയിരിക്കും. 42 km/h ആയിരിക്കും വരിക. നോക്കിയാട്ടെ ശരിയല്ലേ? 42 × 5 2 10 0 ബാക്കി 1 ബാക്കി 14 20 21 210. യെസ്, കറക്റ്റാണ്. 42 km/h കിട്ടി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. 42 km/h എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതായത് ആവറേജ് സ്പീഡാണ് ഇവിടെ ചോദിച്ചത്, മറന്നു പോരുത്. ആവറേജ് സ്പീഡ് കാണിക്കുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ടോട്ടൽ ടൈമും കണ്ടുപിടിക്കണം. ഞാനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് കട്ട് മെത്തേഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ചെയ്ത് ശരിയാണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എപ്പോഴും ആ ഷോർട്ട് കട്ട് മെത്തേഡ് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ആവറേജ് സ്പീഡ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ടോട്ടൽ ടൈം കണ്ടുപിടിക്കണം. എന്നിട്ട് മാത്രമേ നമ്മുടെ ഇക്വേഷനിൽ കൊടുത്തിട്ട് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇക്വേഷൻസും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മുടെ ഏത് ഇക്വേഷൻ വന്നു കഴിഞ്ഞാലും നമ്മുടെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ പഠിക്കണം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. ഇതുപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇക്വേഷൻസും കൃത്യമായി പഠിക്കണം. അതേപോലെ തന്നെ km/h മീറ്റർ/സെക്കൻഡ് ആക്കാനും മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാനും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഒരു ട്രെയിൻ 72 km/h ട്രാവൽ ചെയ്യുന്നുവെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര ട്രാവൽ ചെയ്യുന്നു ചോദിച്ചാൽ ഈ 72 km/h മീറ്റർ/സെക്കൻഡിലോട്ടേക്ക് ആക്കുകയാണ് വേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കണം. അത് മറന്നു പോകരുത്. അത് മറന്നുപോയി കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ഇക്വേഷൻസും കൺവേർഷൻസും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രെയിനിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അപ്പോൾ പാലമൊക്കെ കടന്നു പോകാം, ബ്രിഡ്ജ് കടന്നു പോകുന്നു, പ്ലാറ്റ്ഫോം കടന്നു പോകുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ഡിസ്റ്റൻസും കൂട്ടണം, ലെങ്ത്തും കൂട്ടണം, പാലത്തിൻ്റെ ആ ബ്രിഡ്ജിൻ്റെ ഡിസ്റ്റൻസും കൂടി കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു പാറ്റേൺ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 11 സ്ക്വയർ 11 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 120 ആണ്. പിന്നെ 11 സ്ക്വയർ മാറി 21 സ്ക്വയർ മൈനസ് ഈ 11 ഇവിടെ താഴെ വന്നു, 11 സ്ക്വയർ 320 ആയി. 31 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ 520 ആയി. 41 സ്ക്വയർ മൈനസ് 31 സ്ക്വയർ 720 ആയി. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 വരികൾ എഴുതുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിത് എഴുതിയെടുത്തിട്ട് ചെയ്ത് നോക്കുക. ഇവിടെ നോക്കുക, 11 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 120 ആണ്. അതെങ്ങനെയാണ് കിട്ടിയേ? ഈ പറയുന്ന 2 ലെറ്റേഴ്സ് ഉണ്ടല്ലോ, 11ഉം അതേപോലെ തന്നെ 1ഉം. 11 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ അല്ലേ 120. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ആദ്യം ഇത് രണ്ടും കൂടി കൂട്ടുക. 11 1 കൂടി കൂട്ടിയാൽ എത്രയാണ്? 12. എന്നിട്ട് 11ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 11 1 കുറച്ചാൽ എത്രയാണ്? 10. അതുകൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 12 × 10 120 എന്ന് കിട്ടും. ഇത് നോക്കിയേ, 11 കഴിഞ്ഞ് 21 വന്നു, 31 വന്നു, 41 വന്നു, അടുത്ത 51 ആയിരിക്കും, 51 ആയിരിക്കും. 51 സ്ക്വയർ മൈനസ് ഇവിടെ നോക്കിയേ, ഈ 11 താഴെ വന്നു, 21 താഴെ വന്നു, 31 താഴെ വന്നു, അടുത്ത 41 താഴെ വരേണ്ടി വരും, 41 സ്ക്വയർ. ഇതിൻ്റെ ഉത്തരം എത്രയായിരിക്കും? ആദ്യം ഞാൻ പറഞ്ഞുതരാം. 51ഉം 41ഉം കൂടി കൂട്ടുക. 51ഉം 41ഉം കൂടി കൂട്ടുക എത്രയാണ്? 5 4 9, 1 1 2. എന്നിട്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 51 41 കുറച്ചാൽ 10 അല്ലേ, അപ്പോൾ ഇൻറ്റു 10 ചെയ്താൽ മതി. ഉത്തരം എത്ര കിട്ടും? 920 എന്ന് കിട്ടും. ഇതാണ് എല്ലാ പാറ്റേണിലും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇവിടെ നോക്കിയേ, 41 സ്ക്വയർ മൈനസ് 31 സ്ക്വയർ. നോക്കിയേ, 41 സ്ക്വയർ മൈനസ് 31 സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യം 41 31 കൂടി കൂട്ടുക. 4 3 7, 1 1 2.
ഇൻറ്റു അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 41 31 കുറച്ചാൽ 10 അല്ലേ? 10. ഉത്തരം എത്ര കിട്ടുക? 72 × 10 720 ആയിരിക്കും. നോക്കി 720 അല്ലേ ഇവിടെയുള്ള ഇതാ 720. അപ്പോൾ ഏത് ചെയ്ത് നോക്കിയാലും മതി. 31 ചെയ്ത് നോക്കിയേ. 31 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യം ഞാനെന്താ പറഞ്ഞത്? 31 21 കൂടി കൂട്ടുക. 3 2 5 1 1 2 ഇൻറ്റു തമ്മിലുള്ള വ്യത്യാസം 31 21 കുറച്ചാൽ 10 അല്ലേ? 52 × 10 എത്രയാണ്? 520 ആണ്. അതല്ലേ ഇവിടെയുള്ള 520 അല്ലേ ഇവിടെയുള്ളത്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. 9ാമത്തെ വരി എഴുതുക. 9ാമത്തെ വരി ആരായിരിക്കും വരിക? നിങ്ങൾ നോക്കിയേ. 1ാമത്തെ വരി 11, 2ാമത്തെ വരി 21, 3ാമത്തെ വരി 31, 4ാമത്തെ വരി 41. അപ്പോൾ 9ാമത്തെ വരി 91 ആയിരിക്കും വരുന്നുണ്ടാവുക. 91 സ്ക്വയർ മൈനസ് തൊട്ട് മേലെ ആരായിരിക്കും ഉണ്ടാവുക? 91 തൊട്ട് മേലെ 81 ആയിരിക്കും. അപ്പോൾ 81 സ്ക്വയർ എത്രയായിരിക്കും? നിങ്ങൾ ആദ്യം രണ്ടും കൂടി കൂട്ടുക. നോക്കിയേ, 1 കൂടി കൂട്ടുക 2, 8 തൊട്ട് 16 1 17, 9 തൊട്ട് 17 അല്ലേ? ഇൻറ്റു തമ്മിലുള്ള വ്യത്യാസം 10 അല്ലേ? സോറി, അവിടെ എഴുതിയിട്ട് കാണുന്നില്ലല്ലേ. 9ഉം 91ഉം 81 തമ്മിലുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ബി ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ വരി എഴുതുക എന്ന് പറഞ്ഞ ചോദ്യമാണ്. ഇവിടെ നോക്കുക, 1ാമത്തെ വരി 11 ആണ്, 2ാമത്തെ വരി 21 ആണ്, 3ാമത്തെ വരി 31 ആണ്, 4ാമത്തെ 41, 5ാമത്തെ 51 ആയിരിക്കും ഇവിടെ എഴുതിയിട്ടുണ്ട്, 6ാമത്തെ 61 ആയിരിക്കും, അങ്ങനെ 9ാമത്തെ 91 ആയിരിക്കും. 91 സ്ക്വയർ മൈനസ് 81 സ്ക്വയർ ആണ്. 91 സ്ക്വയർ മൈനസ് 81 സ്ക്വയർ എന്ന് പറയുന്നത് രണ്ട് തമ്മിൽ കൂട്ടുക. 91 81 കൂടി കൂട്ടുക എത്രയാണ്? 1 കൂടി കൂട്ടുക 2. അതേപോലെ തന്നെ 9 തൊട്ടും കൂടി കൂട്ടുക എത്രയാണ്? 9 തൊട്ട് 18 ആണ്. 18 1 കുറച്ചാൽ 17 ഇൻറ്റു എത്രയാണ്? 91 81 തമ്മിലുള്ള വ്യത്യാസം 10 അല്ലേ? 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1720 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ആ പാറ്റേൺ. നിങ്ങൾ കിലോ പേപ്പറിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സി ക്വസ്റ്റ്യൻ, പാറ്റേണിലെ സംഖ്യകളുടെയും തുകയും വർഗ്ഗ വ്യത്യാസവും തമ്മിൽ എന്താണ് ബന്ധം? അതായത് പാറ്റേണിലെ സംഖ്യകളുടെ തുക, ഇപ്പോൾ ഉദാഹരണം എടുക്കാം, 41 സ്ക്വയർ മൈനസ് 31 സ്ക്വയർ. സംഖ്യകളുടെ തുക, അതായത് സംഖ്യകളുടെ തുക എത്രയാണ്? 4 3 7 1 1 2. സംഖ്യകളുടെ തുകയെ അതിൻ്റെ വ്യത്യാസം കൊണ്ട് ഗുണിക്കുമ്പോൾ 41 മൈനസ് 31 വെച്ചാൽ എത്രയാണ്? 10. വ്യത്യാസം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് 720 കിട്ടുന്നത്. ഇവിടെയുണ്ട് 720 കിട്ടുന്നത് എന്ന് പറയാം. അതായത് പാറ്റേണിലെ സംഖ്യകളുടെ തുകയെ അതിൻ്റെ വ്യത്യാസം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടുന്നത് എന്ന് പറയാൻ സാധിക്കും. അതാണ് ഈ സി ക്വസ്റ്റ്യൻ. ഡി ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. 155 സ്ക്വയർ മൈനസ് 145 സ്ക്വയർ ആണ്. ഒന്നുമില്ല, 155 155 145 കൂടി കൂട്ടുക ഇൻറ്റു തമ്മിലുള്ള വ്യത്യാസം 10 അല്ലേ? 55 155 145 കുറച്ചാൽ എത്രയാണ്? 10 കിട്ടുക. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പറയാനുള്ളത്. നമ്മുടെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, ചിലപ്പോൾ ടഫുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ടഫ് ആണെങ്കിലും എളുപ്പമാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മളതിൻ്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കിലോ പേപ്പറിൽ എഴുതിയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സുധ ആൻഡ് ആമി ആർ മേക്കിംഗ് ചെയ്യാം. അപ്പോൾ സുധയുണ്ട് ആമിയുണ്ട്, 2 ആൾക്കാരുണ്ട്, സുധയും ആമയും. മേക്കിംഗ് എ ചെയിൻ. സുധ ഹാസ് 18 ബ്ലാക്ക് ബീഡ്സ്. അപ്പോൾ ബീഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. സുധയ്ക്ക് 18 ബ്ലാക്ക് ബീഡ്സ്, 18 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് 12 വൈറ്റ് ബീഡ്സ് ഉണ്ട്. സുധയുടെ കാര്യമാണ് പറയുന്നത്. അതിൽ ബ്ലാക്ക് ബീഡ്സ്, വൈറ്റ് ബീഡ്സ്. സുധയ്ക്ക് എത്ര ബ്ലാക്ക് ഉണ്ട്? 18 ബ്ലാക്ക് ഉണ്ട്. വൈറ്റോ 12, 12 വൈറ്റ് ഉണ്ട്. ആമി ഹാസ് എ ടോട്ടൽ ഓഫ് 20 ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആമിക്ക് ബ്ലാക്കും വൈറ്റും എല്ലാം കൂടി അടക്കം എത്രയേ ഉള്ളൂ? 20 മാത്രമേ ഉള്ളൂ. ടോട്ടൽ 20 ആണുള്ളത്. ബ്ലാക്ക് എത്ര വൈറ്റ് എത്ര എന്നറിയില്ല. ബോത്ത് ദം ഹാവ് ദ സെയിം റേഷ്യോ ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതായത് ബോത്ത് ഓഫ് ദം, 2 പേരുടെയും ബ്ലാക്കും വൈറ്റും നമ്മളെ റേഷ്യോ സെയിം ആണ് എന്ന് പറയുന്നുണ്ട്. സെയിം റേഷ്യോ. അപ്പോൾ ഇവരുടെ റേഷ്യോ തന്നെ ആയിരിക്കും, സുധയുടെ റേഷ്യോ തന്നെ ആയിരിക്കും ആർക്കും ഉണ്ടാവുക? ആമിക്കും ഉണ്ടാവുക. സുധയുടെ റേഷ്യോ നിങ്ങൾ നോക്കിയേ, 18 സുധയുടെ റേഷ്യോ എത്ര വരിക?
18:12 അല്ലേ വരിക. ബ്ലാക്കും വൈറ്റും തമ്മിൽ 18:12 ചുരുക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഇതിൻ്റെ പകുതി 9, 12ൻ്റെ പകുതി 6, 9:6 കിട്ടും. 3 കൊണ്ട് ചുരുക്കിയാലോ 3:2 കിട്ടും. 3:2. 9 3 കൊണ്ട് ഹരിച്ചാൽ 3, 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2, 3:2. അപ്പോൾ 20നെ 3:2 വെച്ചിട്ട് ഭാഗിക്കണം. 20നെ എങ്ങനെയാണ് 3:2 വെച്ചിട്ട് ഭാഗിക്കാം? 20 ഇൻറ്റു ആദ്യം ബ്ലാക്ക് നോക്കാം. ഇത് ബ്ലാക്ക്, ഇത് വൈറ്റ്. ഓക്കെ, ബ്ലാക്ക് എത്രയാണ് വരിക? 3 അല്ലേ വരുന്നത്. അപ്പോൾ 3/3 രണ്ടും കൂട്ടി 5. ഇപ്പോൾ 20 5 4 തവണ 3 12 കിട്ടും. 12 ബ്ലാക്ക് ഉണ്ടാവും. 20ൽ 12 ബ്ലാക്ക് ആണെങ്കിൽ അടുത്ത വൈറ്റ് കണ്ടുപിടിക്കാൻ 20 ഇൻറ്റു വൈറ്റ് എത്രയാണ്? 2 ആണ് വരിക. അപ്പോൾ 2/5. 5 4 20ൽ 5 4 തവണ പോകും. 4 2 8. ഇതാ 12 ഇട്ടു, 20 കിട്ടി. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. നമ്മൾ സാധാരണ റേഷ്യോ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ പലിശയൊക്കെ പൈസയും അതേപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റും ലാഭവും എല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഫൈൻഡ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ആൻഡ് വൈറ്റ് ബീഡ്സ് ദാറ്റ് ആർമി ഹാസ്. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആദ്യ ചോദ്യം വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്സ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. ബ്ലാക്കും വൈറ്റും നമ്മൾ റേഷ്യോ എത്രയാണ്? 3:2 ആണ്. 3:2 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ഫൈൻഡ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ആൻഡ് വൈറ്റ് ബീഡ്സ് ദാറ്റ് ആർമി ഹാസ്. അതും നമ്മൾ കണ്ടു. ആർമിക്കുള്ള 12 ബ്ലാക്ക് ഉണ്ട്, 8 വൈറ്റ് ഉണ്ട്. അതും കണ്ടുപിടിച്ചു കഴിഞ്ഞു. സുധ ഗോട്ട് 12 മോർ ബ്ലാക്ക് ബീഡ്. സുധയ്ക്ക് 12 ബ്ലാക്ക് അധികം കിട്ടി. 12 ബ്ലാക്ക് അധികം കിട്ടി സുധയ്ക്ക്. നൗ വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്സ് വിത്ത് ഹെർ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ബ്ലാക്കും വൈറ്റും നമ്മുടെ റേഷ്യോ എത്രയാണ്? 12 ബ്ലാക്ക് അധികം കിട്ടിക്കഴിഞ്ഞാൽ എത്ര കൂടും? 8 2 10 0 ഇടുക, ബാക്കി 1 ബാക്കി 30 ബ്ലാക്കായി. വൈറ്റ് കിട്ടിയിട്ടില്ലല്ലോ. വൈറ്റ് ഇപ്പോഴും 12 തന്നെ. ഇപ്പം എത്ര റേഷ്യോ നോക്കാമല്ലോ കിട്ടുക? ഒന്ന് മായ്ക്കുന്നുണ്ടേ, ഈ ഭാഗം ഒന്ന് മായ്ച്ചു കളയാം. ബ്ലാക്ക് ഈസ് ടു വൈറ്റ് ആണ്. ബ്ലാക്ക് എത്രയാണ്? 30 ആണ്. വൈറ്റ് എത്രയാണ്? 12 ആണ്. 12 ആദ്യം ചുരുക്കി നോക്കാം. 30ൻ്റെ പകുതി എത്രയാണ്? 15 ആണ്. ഈസ് ടു 12ൻ്റെ പകുതി എത്രയാണ്? 6 ആണ്. 15ഉം 6ഉം ആയി. ഇനി എത്ര അല്ല പോകും? 2 പോവില്ലല്ലോ, 3 പോവല്ലോ. 15ന് 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? 5. 5:2. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര? 2. അപ്പോൾ 5:2. 5:2 ആണ് ഇപ്പോൾ ഉള്ള റേഷ്യോ. എന്താണ്? 5:2 ആണ് ഇപ്പോൾ ഉള്ള റേഷ്യോ. അതാണ് ചുരുക്കി കൊണ്ടുവന്നാൽ മതി. 5നെ 6 കൊണ്ട് ഗുണിച്ചാൽ 30 കിട്ടും. 2നെ 6 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. അപ്പോൾ ശരിയാണ്, നമ്മൾ ചെയ്തത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റേഷ്യോ വെച്ചിട്ട് ഏത് തരത്തിൽ വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ ഒരു ചോദ്യം, ഒരു വാട്ടർ ടാങ്കിൽ 2 വാട്ടർ ടാങ്ക് ഉണ്ട്. ആദ്യത്തെ വാട്ടർ ടാങ്കിൽ 500 ലിറ്റർ വെള്ളം കൊള്ളും. രണ്ടാമത്തെ 1500 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണ് റേഷ്യോ എത്രയാണ്? അതായത് 500:1500 ആണ്. അതിനെ ചുരുക്കിയാൽ 0 0 വെട്ടിപ്പോവും. 5:15 വരും. 5 കൊണ്ട് ചുരുക്കി കഴിഞ്ഞാൽ 1 എത്ര വരിക? 3 അല്ലേ വരിക. അപ്പോൾ ഇങ്ങനെ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ലീസ്റ്റ് ഫോമിലേക്ക് എത്തിയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പല ടൈപ്പ് ചോദ്യങ്ങൾ ഈ പറയുന്ന നമ്മുടെ റേഷ്യോയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചേക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 784 സ്റ്റുഡൻസ്. അപ്പോൾ തന്നെ എഴുതി വെച്ചേക്കുക. 784 സ്റ്റുഡൻസ് ഓഫ് പുത്തൂർ ഹൈ സ്കൂൾ വെയർ അസംബിൾഡ് ഇൻ ഈക്വൽ റോസ് ആൻഡ് കോളംസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈക്വൽ റോസ് ആൻഡ് കോളംസ് എന്ന് പറഞ്ഞാൽ എന്തായാലും അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഒരേ നമ്പർ ഓഫ് കോളംസ് ഒരേ നമ്പർ ഓഫ് റോസും അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഇൻ ദ അസംബ്ലി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് റോ ആൻഡ് കോളംസ് ആർ ഈക്വൽ. കണ്ട, ഈച്ച് റോസ് ആൻഡ് കോളംസ് ആർ ഈക്വൽ ആണ്. അതായത് ഇപ്പോൾ ഒരു സ്ക്വയർ പോലെയുള്ള, അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇത് എ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആയിരിക്കും. Among these, SPC students in their uniform were standing in 3 rows. 3 റോസിൽ ഒരുപാട് റോ ഉണ്ടാവില്ല. അതിൽ ആദ്യത്തെ 3 റോസിൽ SPC സ്റ്റുഡൻസ് ആണ് ഇരിക്കുന്നത്. 3 റോസിൽ SPC സ്റ്റുഡൻസ് ആണ് ഇരിക്കുന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വിത്തൗട്ട് SPC യൂണിഫോം. SPC സ്റ്റുഡൻസ് അല്ലാത്ത എത്ര കുട്ടികളുണ്ട്? അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ റോയിലും എത്ര കുട്ടികളുണ്ട് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എത്ര റോ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കുക, 784 സ്റ്റുഡൻസ് അല്ലേ ആകെയുള്ളത്? 784 സ്റ്റുഡൻസ് ആണ് ആകെയുള്ളത്. അപ്പോൾ ആകെയുള്ള സ്റ്റുഡൻസ് ആണ് 786. അങ്ങനെയാണെങ്കിൽ എത്ര റോസ് ആൻഡ് കോളംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര റോയിലാണ് കുട്ടികളുള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി.
√784 എടുത്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? നിങ്ങൾ നോക്കി 754 എങ്ങനെയാണ് കിട്ടുക? രണ്ട് ഭാഗങ്ങളാക്കി 4 എങ്ങനെയൊക്കെ വരാം? രണ്ട് സംഖ്യകൾ 4 ഏതൊക്കെ രീതിയിൽ വരാം? 2ൻ്റെ സ്ക്വയർ വരാം, 8 × 64 വരാം. പിന്നെയോ 7 എവിടെ വരാം? 3ൻ്റെ സ്ക്വയർ 9 അല്ലേ? അപ്പോൾ 2 വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ 2 വരാം. അപ്പോൾ 2 × 3 6 ആണ്. അപ്പോൾ 6നേക്കാൾ കുറവല്ലേ 7? കൂടുതലല്ലേ 7? അപ്പോൾ കൂടുതൽ എടുക്കണം, 28 എടുക്കണം, 28 എടുക്കണം. അപ്പോൾ എത്രയായി? 784ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് വരിക? 28. 28 റോസ് ആൻഡ് കോളംസ് ആണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇങ്ങനെ എത്ര കുട്ടികൾ നിന്നിട്ടുണ്ട്? 28 കുട്ടികൾ ഇങ്ങനെ 28 റോയിൽ ഇങ്ങനെ നിരന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ റോയിലും 28 കുട്ടികൾ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും. ഓരോ കോളം എടുത്താലും 28 കുട്ടികളുണ്ടാവും. അങ്ങനെയാണല്ലോ ടോട്ടൽ 28, ഇങ്ങനെ 28, ഇങ്ങനെ 28. അങ്ങനെയാണ് 28 × 28 എത്ര കിട്ടുന്നത്? 784 കുട്ടികൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മളിത് മറ്റേ എന്താ പറയുക, ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണുന്നില്ലേ? അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, n സ്ക്വയർ. അതേപോലെ തന്നെയുള്ള ചോദ്യമാണ്. ഇപ്പോൾ ഒരു റോയിൽ 28 റോവും കോളവും ഉണ്ട്, 28 റോസ് ആൻഡ് കോളംസ് ഉണ്ട്. ഓരോ റോയിൽ 28 ആൾക്കാരുണ്ടാവുകയും ചെയ്യും. ഓരോ റോയിൽ 28 ആൾക്കാരുണ്ടാവുകയും ചെയ്യും. നോക്കുക, 3 റോയിൽ യൂണിഫോം ഇട്ട കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ 3 റോയിൽ ടോട്ടൽ SPC സ്റ്റുഡൻസ് എത്രയായിരിക്കും? ഒരു റോയിൽ 28 കുട്ടികളുണ്ട്. അങ്ങനെ 3 റോയിൽ വേണ്ട മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. എത്രയാണ് കിട്ടുക? 324 4 ഇടുക, ബാക്കി 2 ബാക്കി 3 2 6 7 8 84 കുട്ടികൾ SPC യൂണിഫോമിലുണ്ട്. 84 സ്റ്റുഡൻസ് SPC യൂണിഫോമിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ യൂണിഫോം ഇല്ലാത്ത കുട്ടികൾ ആകെ 784 അല്ലേ? 784 അല്ലേ? ഇത് വായിക്കട്ടെ, 784 അല്ലേ? അപ്പോൾ യൂണിഫോം ഇല്ലാത്ത കുട്ടികളൊക്കെ കാണാൻ 784 ഉള്ള കുട്ടികളെ 84 കുറച്ചാൽ പോരെ? അപ്പോൾ നോക്കി, 784 84 കുറച്ചപ്പോൾ എത്ര കിട്ടി? 700 കുട്ടികൾ, 700 സ്റ്റുഡൻസ് ആയിരിക്കും അവിടെ വിത്തൗട്ട് SPC യൂണിഫോം. SPC യൂണിഫോം ഇല്ലാത്ത 700 കുട്ടികൾ ആ സ്കൂളിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നല്ല ക്വസ്റ്റ്യൻസാണ്, വളരെ നല്ല ചോദ്യമാണ്. ഇപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ കാണാൻ പറഞ്ഞാൽ n സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും കാണേണ്ടി വരും. ഓഡ് നമ്പേഴ്സിൻ്റെ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തതാണ്, അത് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രിവാൻഡ്രം ആൻഡ് മാംഗ്ലൂർ 600 കിലോമീറ്റർ. അപ്പോൾ അത് തന്നെ നമുക്ക് ആദ്യം വരച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം അവിടുന്ന് മാംഗ്ലൂരിലേക്കുള്ള ദൂരം 600 കിലോമീറ്ററാണ്. 600 കിലോമീറ്ററാണ്. എ ഗൂഡ്സ് ട്രെയിൻ ലീവ്സ് ട്രിവാൻഡ്രം ടു മാംഗ്ലൂർ അറ്റ് 8 AM. ഒരു ഗൂഡ്സ് ട്രെയിൻ, അതായത് ചരക്ക് ട്രെയിന് 8 AM പുറപ്പെട്ടു. എവിടത്തേക്ക് പുറപ്പെട്ടു? മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു. ഇത് ഗൂഡ്സ് ട്രെയിനാണ്. ഞാനിവിടെ G എന്ന് എഴുതുന്നുണ്ട്. ഗൂഡ്സ് ട്രെയിൻ പുറപ്പെട്ടു. എൻ എക്സ്പ്രസ് ട്രെയിൻ ലീവ്സ് ട്രിവാൻഡ്രം ആഫ്റ്റർ 6 hours. 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രെയിൻ പുറപ്പെടുന്നത്. അപ്പോൾ 8 AM കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മണിക്കൂർ കഴിഞ്ഞ്, ഇവിടെ ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയം വരും? 8 നിങ്ങൾ 8 9 10 11 12 13 13 പറയുമ്പോൾ 1 2 2 PM. ഇത് 6 മണിക്കൂർ കഴിഞ്ഞു. 6 മണിക്കൂർ കഴിഞ്ഞ് 2 PM നമ്മുടെ എക്സ്പ്രസ് ട്രെയിനും പുറപ്പെട്ടു. എവിടത്തേക്ക് പുറപ്പെട്ടു? ഇത് എക്സ്പ്രസ് ട്രെയിനാണ്. ഞാനിവിടെ എഴുതുന്നുണ്ട്. എവിടത്തേക്ക് പുറപ്പെട്ടു? മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു. ഇത് എത്തിയിട്ടില്ല കേട്ടോ, ഇതിങ്ങനെ ഇവിടെയാണ് മംഗലാപുരം, ദൂരമുണ്ട് മംഗലാപുരം. ഓക്കെ, ഇത്രയും ദൂരമാണ് 600 കിലോമീറ്റർ. അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇനി എന്താ ചോദ്യം നോക്കാം. An express train leaves Trivandrum at 6 hours, run at speed after 6 hours. അത് നമ്മൾ after 6 hours 2 PM പുറപ്പെട്ടു. At a speed of 60 km/h. ഇതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 60 km/h ആണ്. It reached with the goods train after 4 hours. ഈ ട്രെയിൻ ഇങ്ങനെ പോയി ഈ ട്രെയിൻ ആദ്യമേ പുറപ്പെട്ടല്ലോ. ഈ ഗൂഡ്സ് ട്രെയിൻ ഇപ്പോൾ 8 മണിക്കേ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗൂഡ്സ് ട്രെയിൻ ഇങ്ങനെ പോയി ഈ വണ്ടി സ്പീഡ് പോയിട്ട് ഈ ഗൂഡ്സ് ട്രെയിനെ പിടിച്ച് രണ്ടും ഒരേ ഡിസ്റ്റൻസിലായി. എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടെന്നാണ് പറഞ്ഞത്? 4 മണിക്കൂർ. 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഗൂഡ്സ് ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും കൂടി കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഒന്നാമത്തെ ചോദ്യം, ഹൗ ഫാർ ഡിഡ് ദ എക്സ്പ്രസ് ട്രെയിൻ ട്രാവൽസ് വെൻ ഇറ്റ് റീച്ച്ഡ് വിത്ത് ദ ഗൂഡ്സ് ട്രെയിൻ? എത്ര ദൂരം ഈ ട്രെയിൻ സഞ്ചരിച്ചിട്ടുണ്ടാവും? ഗൂഡ്സ് ട്രെയിനിൻ്റെ ഒപ്പരം എത്താൻ നമ്മുടെ എക്സ്പ്രസ് ട്രെയിൻ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഈ ഗൂഡ്സ് ട്രെയിന് മെല്ലെ ഇങ്ങനെ കുച്ചു പറഞ്ഞിട്ട് പോകുന്നുണ്ട്.
ഈ ബുള്ളറ്റ് ട്രെയിനോ ഭയങ്കര സ്പീഡിൽ, നമ്മുടെ എക്സ്പ്രസ് ട്രെയിൻ വളരെ സ്പീഡിൽ 60 km/h ഇങ്ങനെ പോകുന്നുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കണ്ടുമുട്ടി എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ നോക്കിയേ, ഈ എക്സ്പ്രസ് ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ്? 60 km/h അല്ലേ? അതായത് 1 മണിക്കൂറിൽ 60 km ട്രാവൽ ചെയ്യും എന്നല്ലേ അർത്ഥം? അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂറിൽ എത്ര ട്രാവൽ ചെയ്യും? 120 km ട്രാവൽ ചെയ്യും. എങ്ങനെ കിട്ടിയേ? 62 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞത്? അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് 4 കൊണ്ട് ഗുണിക്കണം. അപ്പം 4 മണിക്കൂർ 4 അവർ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 64 കൊണ്ട് ഗുണിക്കണം. 64 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 60 × 4, അതായത് 240 km കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗൂഡ്സ് ട്രെയിനും അതേപോലെ തന്നെ എക്സ്പ്രസ് ട്രെയിനും കണ്ടുമുട്ടിയത്. എത്ര കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ? 240 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് കണ്ടുമുട്ടിയത്. രണ്ടുപേരും കണ്ടുമുട്ടി. മംഗലാപുരം എത്തിയിട്ടില്ല. ഇത് രണ്ടും കൂടി ഇങ്ങനെ പോകുന്നേ ഉള്ളൂ മത്സരിച്ചിട്ട്. 240 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ 2 ട്രെയിനും കൂടി എന്ത് ചെയ്തു? കണ്ടുമുട്ടി. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി അവേഴ്സ് ഡിഡ് ദ ഗൂഡ്സ് ട്രെയിൻ ട്രാവൽസ് വെൻ എക്സ്പ്രസ് ട്രെയിൻ ഈസ് റീച്ച്ഡ് വിത്ത് ഇറ്റ്? അതായത് ഈ എക്സ്പ്രസ് ട്രെയിന് നമ്മുടെ ഗൂഡ്സ് ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് ഈ നമ്മുടെ ഗൂഡ്സ് ട്രെയിൻ ഉണ്ടല്ലോ, മെല്ലെ പോയ ട്രെയിന് എത്ര ദൂരം, അല്ലെങ്കിൽ ഹൗ ഫാർ എന്നല്ല ചോദിച്ചാൽ, ഹൗ മെനി അവേഴ്സ്, എത്ര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. അത് എളുപ്പമാണ്. ഇത്രയും ദൂരം സഞ്ചരിക്കാൻ 6 മണിക്കൂർ എടുത്തില്ലേ? ഈ 6 മണിക്കൂറും നമ്മളെ എക്സ്പ്രസ് ട്രെയിൻ എടുക്കാൻ 4 മണിക്കൂർ എടുത്തു. അപ്പോൾ ടോട്ടൽ എത്ര മണിക്കൂറാണ്? ഇവിടെ നോക്ക്, 6 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ പുറപ്പെട്ട. ചില ആൾക്ക് ഡൗട്ട് വരും, ഈ 6 എവിടെ നിന്നാണ് വന്നത്? ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ 6 hours എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 6 മണിക്കൂർ ആദ്യമത്തെ സമയവും പിന്നെ കണ്ടുമുട്ടാൻ എടുത്ത 4 മണിക്കൂറും കൂടി ചേർത്താൽ ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടി. ആദ്യത്തെ 6 മണിക്കൂറും പിന്നത്തെ 4 മണിക്കൂറും കൂട്ടിയാൽ 10 മണിക്കൂർ, 10 hours എടുത്തു. എന്തിന്? ഈ പറയുന്ന ബുള്ളറ്റ് ട്രെയിൻ തന്നെ പറഞ്ഞു വന്നു, ഗൂഡ്സ് ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും കൂടി കണ്ടുമുട്ടാൻ. അതാണ് ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ഗൂഡ്സ് ട്രെയിൻ. ഗൂഡ്സ് ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക. സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എഴുതിയിട്ടെല്ലാം കൂടി ലാസ്റ്റ് മനസ്സിലാവില്ലേ? സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് എന്നറിയാലോ. ഡിസ്റ്റൻസ് എത്രയാണ് നിങ്ങൾ നോക്കിയേ? 240 കിലോമീറ്റർ അല്ലേ ഇപ്പം കണ്ടുമുട്ടിയത്? 240 കിലോമീറ്റർ. എത്ര ടൈം എടുത്തു? ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് 10. 240 10 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 0 0 ക്യാൻസലായിപ്പോൾ 24 km/h. അപ്പം ബുള്ളറ്റ് ട്രെയിന് വീണ്ടും ബുള്ളറ്റ് ട്രെയിന് ഗൂഡ്സ് ട്രെയിന് സ്പീഡ് കിട്ടി 24 km/h ആണ്. ആരുടെ സ്പീഡ്? നമ്മുടെ ഗൂഡ്സ് ട്രെയിനിൻ്റെ സ്പീഡ്. ഇതിൻ്റെ സ്പീഡ് ഓൾറെഡി തന്നിട്ടുണ്ട്, കണ്ടോ? നമ്മുടെ എക്സ്പ്രസ് ട്രെയിനിൻ്റെ സ്പീഡ് ഓൾറെഡി തന്നിട്ടുണ്ട്, 60 km/h ആണ്. ഇപ്പം നമുക്ക് എന്തും കൂടി കിട്ടി? ഈ പറയുന്ന ഗൂഡ്സ് ട്രെയിനിൻ്റെ സ്പീഡും കൂടി കിട്ടി. 24 km/h ആണ്, 24 km/h ആണ് എന്ന് കൂടി കിട്ടി. ചിത്രം വരച്ചെന്നെ ചെയ്ത് നോക്കണേ. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ഇൻ ദ ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ടൈം ഓഫ് ബോത്ത് ട്രെയിൻസ് വെൻ ഇറ്റ് റീച്ച്ഡ് മാംഗ്ലൂർ എത്തിയേ. ഇപ്പം മാംഗ്ലൂരിൽ എത്തിയിട്ടില്ല, 250 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. ഇനി ഡി ക്വസ്റ്റ്യൻ എത്തുമ്പോഴേക്ക് രണ്ട് ട്രെയിനും മാംഗ്ലൂർ എത്തി. അതായത് 600 കിലോമീറ്ററിലെ ടോട്ടൽ ഡിസ്റ്റൻസ്, 600 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 2 ട്രെയിനും എടുക്കാനെടുത്ത സമയം തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് ഇതൊന്നും മാം അയക്കുന്നുണ്ട്. നോക്ക്, ആദ്യം നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ എടുക്കുന്നു, ഗൂഡ്സ് ട്രെയിൻ എടുക്കുന്നു. ഗൂഡ്സ് ട്രെയിനിൻ്റെ ടൈം കണ്ടുപിടിക്കും. ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഗൂഡ്സ് ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? മംഗലാപുരത്താൻ 600 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാണ്? 24 24. അപ്പോൾ 600/24 ചെയ്താൽ 25 മണിക്കൂർ കിട്ടും. 25 മണിക്കൂറാണ്. 25 മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ പതിയെ പോകുന്ന ഈ ട്രെയിൻ, ഏത് ട്രെയിന്? ഗൂഡ്സ് ട്രെയിന് മംഗലാപുരം എത്തിയത്. ഇനി അടുത്തത് എക്സ്പ്രസ് ട്രെയിൻ. എക്സ്പ്രസ് ട്രെയിനിൻ്റെ കാര്യം നോക്കാം. ഇതേപോലെ തന്നെ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 600 തന്നെ. 2 ട്രെയിനും മംഗലാപുരത്തേക്കാണല്ലോ, 600 തന്നെ കിട്ടി. എത്രയാണ് സ്പീഡ്? അതിൻ്റെ സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട്, 60 km/h ആണ്. 60 km/h ആണ്. അപ്പോൾ 600/60 പറഞ്ഞാൽ എത്രയാണ്? 0 0 വെട്ടിപ്പ് 6 ചെയ്താൽ 1 10 മണിക്കൂറാണ്. അപ്പം നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ ചെയ്ത ഗൂഡ്സ് ട്രെയിന് മംഗലാപുരത്താൻ 25 മണിക്കൂർ എടുത്തു.
വേഗത്തിൽ പോയ എക്സ്പ്രസ് ട്രെയിൻ 10 മണിക്കൂർ കൊണ്ട് എത്തി. അങ്ങനെയാണെങ്കിൽ 2 ട്രെയിനും എത്താൻ എടുത്ത സമയത്തിൻ്റെ വ്യത്യാസം എത്രയാണ്? വ്യത്യാസം ഡിഫറൻസ് 25 കുറക്കണം 10. അതെന്ന് പറയുന്നത് ഡി ക്വസ്റ്റ്യൻ്റെ ഉത്തരം 25 കുറക്കണം 10, അതായത് 15 മണിക്കൂർ, 15 hours. ഇവിടെ എഴുതാം 15 hours. 25 കുറക്കണം 10 പറഞ്ഞാൽ 15 അല്ലേ? 15 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു 2 ട്രെയിനും തമ്മിൽ മംഗലാപുരം എത്തിച്ചേരാൻ. കുറച്ച് വലിയ പ്രോബ്ലമാണ്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ചായിട്ട് എഴുതിയെടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഇതുപോലെ ഹൈ എൻഡ് പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നല്ല ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പോൾ വേറെ കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അറിയാത്ത എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഒന്നുകിൽ നാളെ നേരത്തെ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് വരും. എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് പഠിക്കണം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേഗം വൈൻഡപ്പ് ചെയ്യാം. ഇത് നോക്കുക. Shyam Binu took a job contract. Given below is a table that shows the ratio of other details in their salary in 5 months. Complete the table. അതായത് അവർ തന്നിരിക്കുന്ന റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജനുവരിയിൽ ടോട്ടൽ സാലറി 6000 രൂപയാണ്. 3:2 ഡിവൈഡ് ചെയ്യണം. എളുപ്പമാണ്. 6000 എങ്ങനെയാണ് 3:2 ഡിവൈഡ് ചെയ്യുക? 6000 ഇൻറ്റു ശ്യാമിൻ്റെ ആണെങ്കിൽ 3 ആയിരിക്കും. ആദ്യം നോക്ക്, റേഷ്യോ ഓഫ് ദ ശ്യാം ആൻഡ് ബിനു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ശ്യാം ആയിരിക്കും ആദ്യം ഉണ്ടാവുക, പിന്നെ ആയിരിക്കും ബിനു. ശ്യാമിൻ്റെ ആണ് 3 ബൈ എത്ര വരിക? 3 2 കൂട്ടി 5 എത്ര വരും? 60 5 എത്ര തവണ പോകും? 12 തവണയല്ലേ പോകുന്നത്? 12 തവണ പോവും. അപ്പോൾ എത്ര വരും? 1200 വരും. 1200 × 3 പറയുന്നത് എത്രയാണ്? 3 2 6 0 3600 വരും. ശ്യാമിൻ്റെത് 3600 വരും. ബിനുവിൻ്റെതോ എങ്ങനെ കണ്ടുപിടിക്കും? 6000 ഇൻറ്റു 2/5 ആയിരിക്കും. 2/5 ആയിരിക്കും. 5 പറഞ്ഞ പോലെ 12 പോവും. 1200 × 2 എത്രയാണ്? 2400 ആയിരിക്കും. 2400 രണ്ടും കൂടി കൂട്ടിയാൽ 6000 കിട്ടുന്നുണ്ടോ നോക്കാം. 2400 കൂട്ടണം 3600 അല്ലേ? 0 0 6 4 10 0 ബാക്കി 1 ബാക്കി 3 2 5 അല്ല സോറി 2 1 3 3 3 6 6000. അപ്പോൾ ശരിയാണ്, ജനുവരി കറക്റ്റായി. അതായത് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഇവിടെ പറയുന്നത്. അടുത്ത് ഈ പറയുന്ന പോലെ തന്നെയാണ് വരിക. നിങ്ങൾ നോക്കുക ഇവിടെ ഫെബ്രുവരി നോക്കാം. ആകെ 4400 രൂപയാണ്. 4400 രൂപയാണ് ആകെ ഉള്ളത്. റേഷ്യോ 6:5 ആണ്. അപ്പോൾ ശ്യാമിൻ്റെ എത്ര വരിക? 6 ആയിരിക്കും. 6 ഡിവൈഡഡ് ബൈ 5 6 കൂട്ടിയാൽ 11 ആണ്. ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 11 44 4 തവണ പോകും. 400 കിട്ടും. 6 4 24 2400 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്. ഇനിയോ ബിനുവിൻ്റെ നോക്കണമല്ലോ. 4400 തന്നെ പൈസ. 4400 ഇൻറ്റു 5 അല്ലേ വരിക? 5/11 വരൂ. ഇതുപോലെ 4 തവണ പോവും. 0 0 4 20 വരും. പിന്നെ 2 0 2000 ടോട്ടൽ ചെയ്ത് നോക്കാമല്ലോ നമുക്ക്. 2000 പ്ലസ് ഇവിടെ എത്ര? 2400 0 0 4 2 2 4 4400. ഇതാ 4400. അപ്പോൾ ഫെബ്രുവരിയും ശരിയായി. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അതായത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു തന്നെയാണ്. റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നോക്കാം. മാർച്ച് മാസത്തിലെ എമൗണ്ട് പറഞ്ഞിട്ടില്ല, റേഷ്യോയും പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ ഓരോരുത്തർക്കും കിട്ടിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എളുപ്പമല്ലേ? ഓരോരുത്തർക്കും കിട്ടിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? രണ്ടും കൂടി കൂട്ടിയാൽ പോരെ. 3200 പ്ലസ് 1600 0 0 6 7 8 3 4 4800 ആയിരിക്കും ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഇനി റേഷ്യോ എങ്ങനെയാണ് കിട്ടുക? ശ്യാം ബിനു അല്ലേ? അപ്പോൾ ആദ്യം 32, അതായത് 3200 ഈസ്റ്റു എത്രയാണ്? 1600 0 0 പോയി. 32 16 32 ചുരുക്കി എത്ര കിട്ടും? 16 കിട്ടും. 16 ചുരുക്കി 8 കിട്ടും. അതായത് ഇത് കുറഞ്ഞ് വരുന്നത് ഇതിൻ്റെ മൾട്ടിപ്പിൾ തന്നെ, വേഗം തിരിയും. അതായത് രണ്ടും അപ്പുറം 8 കൊണ്ട് ഹരിച്ച് നോക്കിയേ. 16 8 കൊണ്ട് ഹരിച്ചാൽ 2 8 2 കൊണ്ട് ഹരിച്ചാലോ 1 2:1 എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് കിട്ടും. 2:1 എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് കിട്ടും.
അടുത്തയാണ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഈ മെയ്യൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണേ. മെയ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. 4800 ടോട്ടൽ എമൗണ്ട് 5:3 ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാലോ. 4800 ഇൻറ്റു 5/5 വരും. അതേപോലെ തന്നെ 4800 ഇൻറ്റു 3/8 വരും. കണ്ടുപിടിക്കുക, സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ഈ ഏപ്രിൽ മാസത്തെയാണ് നമ്മൾ എക്സ്ട്രാ ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുള്ളത്. ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ട് 11:10 റേഷ്യോ. നോക്കിക്കോളെ, 11:10 റേഷ്യോ. അതിലൊരാൾ എമൗണ്ട് തന്നിട്ടുണ്ട്. ശ്യാമിൻ്റെ എമൗണ്ട് 3300 3300 എന്ന് പറഞ്ഞിട്ടുണ്ട്. 3300. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ടോട്ടൽ എമൗണ്ടും കണ്ടുപിടിക്കണം, എത്ര ബിനുവിന് കിട്ടി എന്നും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ നോക്കുക 11, അതായത് 11.10 റേഷ്യോ. അതിൽ 11 എത്രയാന്ന് പറയുന്നുണ്ട്? 3300 എന്ന് പറയുന്നുണ്ട്. 11 എന്ന് പറയുന്നത് 3300 മാറി. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് 11 3300 മാറുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 11നെ 300 കൊണ്ട് ഗുണിച്ചപ്പോൾ, 300 കൊണ്ട് ഗുണിച്ചപ്പോഴല്ലേ 3300 കിട്ടിയത്? നിങ്ങൾ നോക്കിയേ, 11 ഇൻറ്റു 300 എത്രയാണ്? 3നെ 11 ഗുണിച്ചാൽ 33, പിന്നെ 2 0, 3300. അതായത് ഈ 11നെ 300 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 3300 കിട്ടിയത്. അപ്പോൾ ഒരു സൈഡ് 300 കൊണ്ട് ഗുണിച്ചാൽ മറ്റേ സൈഡും എന്ത് ചെയ്യണം? 300 കൊണ്ട് ഗുണിക്കണം. അതായത് 10നെയും എത്ര കൊണ്ട് ഗുണിക്കണം? 300 കൊണ്ട് ഗുണിക്കണം. 10നെ 300 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 3000 കിട്ടും. അതാണ് ആരുടെ എമൗണ്ട്? ബിനുയുടെ എമൗണ്ട് എത്രയായിരിക്കും? അപ്പോൾ 3000 ആയിരിക്കും. അങ്ങനെയാണ് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിച്ചൂടെ? 3000 3300 6300 ആയിരിക്കും ടോട്ടൽ എമൗണ്ട് വരിക. കുറച്ച് നല്ല പ്രോബ്ലമാണിത്. കുറച്ചൊന്ന് ഹൈ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം. റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്. റേഷ്യോ ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, 11:10 റേഷ്യോ എന്ന് ഓൾറെഡി നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. 11 എത്രയായിട്ട് മാറി എന്ന് പറഞ്ഞു? 3300 മാറി. 11 എപ്പോഴാണ് 3300 മാറിയേ? 300 കൊണ്ട് ഗുണിച്ചപ്പോഴാണ്. അതിന് ചില ആൾ ചിന്തിക്കുന്നുണ്ട്, അതെങ്ങനെ 300 ഉത്തരം കിട്ടിയേ? അത് എളുപ്പമാണ്. 3300 11 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ നോക്കി, 3300 ഹരിക്കണം 11 ചെയ്ത് 11 33 3 തവണ 2 0, 300 കിട്ടി. 300 കിട്ടി. അപ്പോൾ ഒരു സൈഡ് 300 കൊണ്ട് ഗുണിച്ചാൽ ഈ സൈഡും എത്ര കൊണ്ട് തന്നെ ഗുണിക്കണം? 300 കൊണ്ട് തന്നെ ഗുണിക്കണം. 300നെ 10 കൊണ്ട് ഗുണിച്ചാൽ 3000 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 3000 ആയിരിക്കും. ടോട്ടൽ എമൗണ്ട് എങ്ങനെ കാണും? രണ്ടും കൂടി കൂട്ടിയാൽ മതി. 3300 3000 കൂടി കൂട്ടിയാൽ 6300. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെയും നോട്ട് ബുക്കിലെയും പ്രോബ്ലംസ് ചെയ്യുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതുക. അപ്പോൾ ശരി, ഓൾ ദി ബെസ്റ്റ്.